നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന പ്രിമിസസിൽ ഒരു അവിഹിതം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ബൈ ചാൻസ് നമുക്ക് അതിൻ്റെ ഒരു ഹിന്റ് കിട്ടുന്നു, അത് കണ്ടുപിടിക്കാനുള്ള ഒരു ചാൻസും കൂടി കിട്ടുന്നു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ ഉള്ളിലെ പീപ്പിംഗ് ടോംസ് എല്ലാം പുറത്തേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വിചാരിക്കേണ്ട. കാരണം ഇപ്പോഴും നമ്മുടെയൊക്കെ ഇടയിൽ അത്രമാത്രം ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന, അതുപോലെ ഒരുപാട് ഗോസിപ്പിങ്ങിനൊക്കെ നമുക്ക് ചാൻസ് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് അവിഹിതം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവിഹിതത്തെക്കുറിച്ച് ഒരു ഹിന്റ് കിട്ടുക എന്ന് പറയുന്നത് പോലും. അപ്പോൾ സെന്ന ഹെഗ്ഡെയുടെ പുതിയ സിനിമയായിട്ടുള്ള അവിഹിതം ഇതേ ടോപ്പിക് തന്നെയാണ് പറയുന്നത്. സിനിമയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എലിമെൻ്റ് ആയിട്ട് തോന്നിയത് ഒരു മെയിൽ ഗേസ് ഉണ്ട്. അതായത് ഒരിക്കലും ഒരു പുരുഷൻ്റെ അവിഹിതം കണ്ടുപിടിക്കുന്നതും ഒരു സ്ത്രീയുടെ അവിഹിതം കണ്ടുപിടിക്കുന്നതും ഒരേ റേഞ്ചിലല്ല നിൽക്കുന്നത്. അതിൻ്റെ ലെവലും വേറെയാണ്, അതിൻ്റെ ത്രില്ലും വേറെയാണ്. ഈ ഒരു ടോൺ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. അത്യാവശ്യം സിനിമയിൽ പിന്നെ സിനിമയുടെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിക്കാൻ നടക്കുന്ന നാട്ടുകാരും വീട്ടുകാരുമാണ് സിനിമയിലുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിനോടുകൂടി ഇങ്ങനെ ചേർന്ന് പോകുന്ന രീതിയിലുള്ള കുറേ ഡാർക്ക് ഹ്യൂമറുണ്ട്. അത് എൻജോയബിളായിട്ട് തോന്നി. അതുപോലെ അവസാനം വരെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ബിൽഡ് ചെയ്ത് സ്ക്രിപ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല രീതിയിലാണ് സിനിമേനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ അവരുടെ ഒരു ഫെമിനിസവും പ്രോഗ്രസീവ്നെസ്സും ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ചാൻസൊക്കെ സെന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ സെന്നയുടെ ഇഷ്ട പ്ലേസ് ആയിട്ടുള്ള നോർത്ത് കേരള തന്നെയാണ്. അവിടുത്തെ യൂഷ്വലായിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലും ക്യാരക്ടേഴ്സും തന്നെയാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വരെയൊക്കെ സിനിമ അങ്ങനെ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഇതൊരു മൈക്രോ തീമാണ്. അതായത് ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയാണെങ്കിൽ ഒരു 20 to 30 മിനിറ്റ്സ് പോകാവുന്നൊരു സംഭവമേ ഈ സിനിമയിലുള്ളൂ തീമായിട്ട്. അപ്പോൾ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ സിനിമയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമയുടെ എൻഡ് എന്ന് പറയുന്നത് ഒട്ടും പഞ്ചില്ല. അതായത് നമുക്ക് വളരെയധികം പ്രിഡിക്റ്റബിൾ ആണ്, കുറച്ച് പ്രീച്ചിയുമാണ്. അപ്പോൾ അതുവരെ ബിൽഡ് ചെയ്ത സ്ക്രിപ്റ്റിൻ്റെ ചാം എൻഡിൽ പോയി എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് മെയിൻ ലീഡായിട്ട് വരുന്ന ഈ ഉണ്ണിരാജ് ചെയ്യുന്ന ഈ ടൈലർ ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്പർ 1 പീപ്പിംഗ് ടോം ആയിട്ടുള്ള പ്രകാശ് രഞ്ജി ചെയ്യുന്ന ക്യാരക്ടറും, അതുപോലെ ഈ ലേഡി ക്യാരക്ടേഴ്സിൽ പിന്നെ അമ്മിണി ചന്ദ്രാലയത്തിൻ്റെ അമ്മ ക്യാരക്ടർ, അതുപോലെ നിർമ്മലയായിട്ട് വരുന്ന പിന്നെ ബൃന്ദ മേനോൻ, ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ്. അങ്ങനെ ഓവറോൾ ഒരു വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ് അവിഹിതം. സിനിമ ഹോട്ട്സ്റ്റാറിലുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു. കാരണം ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കും.